Hi friends, welcome to English Mithra. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 20 സിമ്പിൾ സെന്റൻസസ് ആണ്. നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ടി വരുന്ന ചില വാക്കുകളാണ്. നമ്മൾക്ക് വീഡിയോയിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ചില വാക്കുകളെ നമ്മൾ സെന്റൻസസ് ആയിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് ആ വാക്കുകളുടെ ഇംഗ്ലീഷ് മീനിങ്ങും അറിയാൻ പറ്റും. അത് വെച്ചിട്ട് എങ്ങനെ സെന്റൻസസ് ക്രിയേറ്റ് ചെയ്യണമെന്നും അറിയാൻ പറ്റും. ശരി, അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോയിലേക്ക് തന്നെ വേർഡിലേക്ക് തന്നെ പോവാണ്. നുള്ളുക, ലൈക്ക് നമ്മളിങ്ങനെ ആളുകളെ നുള്ളുകയൊക്കെ ചെയ്യല്ലേ. അപ്പോൾ ഈ നുള്ളുന്നതിന് നമ്മൾ എന്നെ ഇംഗ്ലീഷിൽ പറയുന്നത് പിഞ്ച് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ നമ്മൾക്ക് പറയണം നുള്ളരുത്, എന്നെ നുള്ളരുത് എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ പറയും? ഡോണ്ട് പിഞ്ച് മീ എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി നമ്മൾ ഭയങ്കര ലൈക്ക് നമ്മുടെ വീട്ടിൽ ഒരാളെങ്കിലും കാണും കൂർക്കം വലിക്കുന്ന ആളല്ലേ. കൂർക്കം വലിക്കുന്നത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് അറിയോ? ടു സ്നോർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരാളോട് കൂർക്കം വലിക്കരുതെന്ന് പറയുകയാണെങ്കിൽ ഡോണ്ട് സ്നോർ എന്ന് പറയാം അല്ലേ. ശരി, ഈ നമ്മൾ പറയും ആളുകൾ കലപില കൂട്ടുകയാണ്. കലപില എന്നുള്ളൊരു സാധനം നമ്മൾ പറയില്ലേ, അതിന് നമ്മൾ പറയുന്നതാണ് ബ്ലാബറിങ്. ഓക്കെ, അപ്പം കലപില ഉണ്ടാക്കുന്നത് നിർത്തുന്നത് നമ്മൾ അങ്ങനെ പറയും. നമുക്ക് സിമ്പിളായിട്ട് പറയാം സ്റ്റോപ്പ് ബ്ലാബറിങ് എന്ന്. ഓക്കെ, ശരി, അപ്പോൾ ഇതേപോലത്തെ വേർഡ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. നമ്മളിപ്പം ഇങ്ങനെ പറയത്തില്ല, നമ്മൾ കൂടെ ജോലി ചെയ്യുന്നവരെ പറ്റി ഇങ്ങനെ കുറ്റമല്ല അപവാദമൊക്കെ പറയുന്നതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുക? അതിനെയാണ് നമ്മൾ ഗോസിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾക്ക് പറയണം അവൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ പറ്റി അപവാദം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയും? ഹീ സ്പ്രെഡ്സ് ഗോസിപ്പ് അബൌട്ട് ഹിസ് കോവർക്കേഴ്സ്, അല്ലെങ്കിൽ ഹീ സ്പ്രെഡ് ഗോസിപ്പ് അബൌട്ട് ഹിസ് കോവർക്കേഴ്സ് നമുക്ക് പറയാം. ഇനി ശാസിക്കുക എന്നുള്ളത് നമ്മൾ യൂഷ്വലി വഴക്ക് പറയുക എന്നുള്ളത് നമ്മൾ സ്കോൾഡ് എന്നൊക്കെ പറയും. വഴക്ക് പറയുന്നത് ശാസിക്കുന്നത് നമുക്ക് ഒരേപോലെയാണ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾക്ക് എപ്പോഴും നമ്മൾ സ്കോൾഡഡ് എന്ന് യൂസ് ചെയ്ത് നമുക്ക് മാറ്റി യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ ശാസിക്കുക എന്നുള്ളതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വേർഡാണ് ചൈഡഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ താമസിച്ച് വന്നതിന് ടീച്ചർ ഞങ്ങളെ ശാസിച്ചു എന്നുള്ളത് നമ്മൾ എന്ത് പറയും? ദ ടീച്ചർ ചൈഡഡ് ആസ് ഫോർ അറൈവിങ് ലേറ്റ്. ദ ടീച്ചർ chided us for arriving late. ഓക്കെ, ഇനി തെറ്റ്, പാപം. തെറ്റെന്നുള്ളത് നമ്മൾ റോങ് എന്നൊക്കെയുള്ള വേർഡ്സ് യൂസ് ചെയ്യും. പാപം എന്ന വേർഡിനെ എസ്പെഷ്യലി നമ്മൾ യൂസ് ചെയ്യുന്ന വാക്ക് എന്താ? സിൻ എന്നുള്ള വാക്കാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്കൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് പാപമാണ്, കുഞ്ഞുങ്ങളെ ബീറ്റ് ചെയ്യുന്നത് പാപമാണെന്നുള്ളത് നമ്മളെങ്ങനെ പറയും? ഇറ്റ്സ് എ സിൻ ടു ബീറ്റ് ചിൽഡ്രൻ. ബീറ്റ് എന്ന് വെച്ചാൽ എന്താ? അടിക്കുക. അത് നമ്മൾ ഉപദ്രവിക്കുന്നതിൽ പെടുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ കുഞ്ഞുങ്ങളെ അടിക്കുന്നത് പാപമാണെന്ന് നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഇസ് എ സിൻ ടു ബീറ്റ് ചിൽഡ്രൻ. സിൻ എന്ന വേർഡ് കേട്ടോ. ഇനി പിറുവിറുക്കുന്നതിന് നമ്മൾ എന്താ പറയുക? എന്താ ഈ പിറുവിറുക്കുക എന്ന് പറയുന്നത്? പല നാട്ടിലും പലതായിരിക്കും നമ്മൾ പറയുന്നത് അല്ലേ. നമ്മൾ ലൈക്ക് നമ്മൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ മറ്റൊരാളോട് എഗ്രി ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, നമുക്ക് ഡിസഗ്രിമെൻറ്റ്സ് ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അവർ കേൾക്കാതെ ഇങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ അതാണ് പിറുപിറുക്കുക എന്ന് പറയുന്നത്. ഈ പിറുപിറുക്കുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് മേമർ എന്നാണ്. മേമർ. ഓക്കെ, സോ പിറുപിറുക്കാതിരിക്കുന്നത് നമ്മളെങ്ങനെ പറയും? ഡോണ്ട് മേമർ അല്ലേ. ശരി, അടുത്തത് നമ്മളിപ്പം വിഷമിച്ചു എന്നുള്ളതിന് നമ്മൾ പല വേർഡ്സ് ഉണ്ടായിരിക്കും അല്ലേ. പക്ഷേ ഇങ്ങനെ ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു ലോസ് വന്നിട്ടിങ്ങനെ വിലപിക്കുക എന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ വിഷമിച്ച് കരയുന്നതിനെയാണ് നമ്മൾ വിലപിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു സർട്ടൻ വേർഡ് ഉണ്ട്, അതാണ് ലമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലമെൻറ്റ്. ഇപ്പം അവളുടെ ഫ്രണ്ടിനെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് കരയുമായിരുന്നു എന്നുള്ളത് നമ്മളെങ്ങനെ പറയും? ഷീ ലമെൻറ്റഡ് അബൌട്ട് ഹർ ബെസ്റ്റ് ഫ്രണ്ട്. ശരി, ഇനി വേറൊരു വേർഡാണ്. ഇപ്പം നമ്മളെപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുമായിരിക്കത്തില്ല, പക്ഷെ കുറച്ച് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നമ്മൾ സന്തോഷമാണെന്ന് നടിക്കും, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സാഹചര്യങ്ങൾ അങ്ങനെ നമ്മുടെ കൂടെയുള്ള ആളുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചോദിക്കും, നീ എന്തിനാ സന്തോഷമുള്ള പോലെ കാണിക്കുന്നത് എന്നൊക്കെ പോലെ അല്ലേ. അപ്പോൾ ഇങ്ങനെ നടിക്കുന്നതിനെയാണ് നമ്മൾ ഇങ്ങനെ നടിക്കുക എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് പ്രിറ്റൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രിറ്റൻഡ്. അപ്പോൾ അവൾ സന്തോഷം നടിച്ചു നമ്മൾ എങ്ങനെ പറയും? ഷീ പ്രിറ്റൻഡഡ് ടു ബി ഹാപ്പി. അവൾ സങ്കടം നടിച്ചെങ്കിലോ ഷീ പ്രിറ്റൻഡഡ് ടു ബി സാഡ്. ഓക്കെ, ശരി, അപ്പോൾ അതാണ് നടിച്ചു എന്നതിനുള്ള വേർഡാണ് പ്രിറ്റൻഡ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. കൈക്കൂലിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയുക? ബ്രൈബ് എന്നാണ് നമ്മൾ കൈക്കൂലിക്ക് പറയുന്നത്. കൈക്കൂലി വാങ്ങിക്കുക, കൊടുക്കുക, അങ്ങനെയുള്ള കുറേ ന്യൂസൊക്കെ നമ്മൾ കാണുന്നതാണ് അല്ലേ. അപ്പം അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രൈബ് എന്നുള്ള വേർഡാണ്. ഇപ്പം കൈക്കൂലി വാങ്ങിയതിന് രാഷ്ട്രീയക്കാർ പിടിക്കപ്പെട്ടു എന്നാണെങ്കിൽ നമുക്കതെങ്ങനെ പറയാം?
Politicians were caught accepting bribes. Politicians were caught accepting bribes. എത്ര റെലവൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് അല്ലേ? നമ്മൾ കോൺവെർസേഷൻസിലൊക്കെ ആയിരിക്കുന്ന സമയം നമ്മൾ കൊളീഗ്സൊക്കെ ആയിട്ട് ലൈക്ക് സംസാരിക്കുന്ന സമയത്ത് കണ്ടംപററി ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ കണ്ടാൽ മാത്രം പോലെ അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ വേർഡ്സ് യൂസ് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ശരി, മറ്റൊരു വേർഡ് മറ്റൊരു അടുത്തൊരു ഫ്രേസാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഇത്രയും നേരം നമ്മൾ വേർഡ്സ് പഠിച്ചിട്ട് ആ വേർഡ്സ് വെച്ചുള്ള സെൻറ്റൻസസ് ഉണ്ടാക്കുമായിരുന്നു. ഇനിയുള്ളതൊരു ഫ്രേസാണ്. നമ്മൾ ഒരാളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, എന്നിട്ട് നമ്മൾ പറയാം ഞാൻ പറഞ്ഞു അത്ര കാര്യമായിട്ട് എടുക്കണ്ട, ഞാൻ പറഞ്ഞ് ഓർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ നമ്മൾ എങ്ങനെ പറയാം? അത് പറയാൻ വേണ്ടി ഒരു നല്ല ഇംഗ്ലീഷ് ഫ്രേസ് ഉണ്ട്. ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട്. ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട് എന്ന് വെച്ചാൽ ഡോണ്ട് ഫീൽ ബാഡ് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ വേറൊരു വേർഷനാണ്. നമ്മൾ കുറച്ചുകൂടി കാര്യമായിട്ട് പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞ് ഓർത്ത് നിങ്ങൾക്ക് വിഷമം തോന്നരുതെന്നുള്ളതിന് നമുക്ക് പറയാം ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട്. ഓക്കെ, ഇനി വേറെ ഇതേപോലെ തന്നെ നമ്മൾക്ക് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾക്ക് ചപ്പുചവറുകൾ ഇവിടെ ഇടരുതെന്നുള്ള ബോർഡൊക്കെ നമ്മൾ പലയിടത്ത് കാണാറുണ്ട് അല്ലേ? ഇതിനെ നമ്മൾക്ക് ഇംഗ്ലീഷിലാക്കാൻ വേണ്ടി നമ്മൾക്ക് ഒറ്റ വേർഡുകൾ, ചപ്പുചവറുകൾ ഒരിടത്ത് കിടക്കുന്നത് നമുക്ക് ഒറ്റ വേർഡായിട്ട് പറയാൻ പറ്റും. ആ വേർഡാണ് ലിറ്റർ എന്ന് പറയുന്നത്. ലിറ്റർ. അപ്പം നമുക്ക് 2 ലിറ്റർ ഉണ്ട്. LITRE അളവ് പറയുന്ന ലിറ്ററും ഉണ്ട്. ഇതെന്ന് പറയുന്നത് LITTER ആണ്. അപ്പം നമ്മൾ എഴുതുന്ന സമയത്ത് സൂക്ഷിക്കണം, സ്പെല്ലിംഗ് പ്രത്യേകിച്ച് ചെക്ക് ചെയ്തേക്കണം. പറയുമ്പോൾ നമ്മൾ ലിറ്റർ എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചപ്പുചവറുകൾ ഇവിടെ ഇടരുതെന്നാണെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ഡോണ്ട് ലിറ്റർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഡോണ്ട് ലിറ്റർ. ശരി, ഇനി നമ്മളിപ്പോൾ ലൈക്ക് എന്തെങ്കിലും സമയത്ത് നമ്മുടെ ഫോൺ പെട്ടെന്ന് കാണാതെ പോയി, അപ്പം നമുക്കുണ്ടാകുന്ന ഒരു ടെൻഷൻ ഇല്ലേ, അതിനെയാണ് നമ്മൾ പാനിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ടെൻഷൻ ആവേണ്ട ഫോൺ കിട്ടും, നമ്മൾ അങ്ങനെ പറയും ഡോണ്ട് പാനിക്, യു വിൽ ഗെറ്റ് ഇറ്റ്, യു വിൽ ഫൈൻഡ് ഇറ്റ് എന്ന് നമ്മൾ പറയും അല്ലേ? അപ്പം അങ്ങനത്തെ ടെൻഷൻ, അങ്ങനെ പെട്ടെന്ന് നമുക്കുണ്ടാകുന്ന ഒരു ഷോക്കിൽ നിന്നുണ്ടാകുന്ന ഒരു പേടിയും ഒരു ടെൻഷനും ഒക്കെ ഇല്ലേ, അതിനെയാണ് നമ്മൾ പാനിക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇതുവരെ 13 വേർഡ്സ് പഠിച്ചു. ഇനി നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം. ഓക്കെ, എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയത് ഇന്ന സാധനം കൊണ്ടാണ്, ഒരു കസേര ഉണ്ടാക്കിയത് തടിയും കൊണ്ടാണ്, അങ്ങനെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? മെയ്ഡ് ഓഫ് എന്നാണ് നമ്മൾ പറയുന്നത്. മെയ്ഡ് ഓഫ്. ഓക്കെ, ചില സാധനങ്ങൾ ഇന്നതിൽ നിന്നാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് പറയാനായിരിക്കും. സേ തൈര് പാലിൽ നിന്നാണ് ഉണ്ടാക്കിയത് എന്ന് പറയണമെങ്കിൽ ദിസ് കേർഡ് ഇസ് മെയ്ഡ് ഔട്ട് ഓഫ് മിൽക്ക് എന്ന് നമുക്ക് പറയാം, മെയ്ഡ് ഓഫ് മിൽക്ക് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതേപോലെ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ, ഈ കസേര തടി കൊണ്ട് നിർമ്മിച്ചതാണ് എന്ന് നമ്മളെങ്ങനെ പറയും? ദിസ് ചെയർ ഇസ് മെയ്ഡ് ഓഫ് വൂഡ്. ദിസ് ചെയർ ഇസ് മെയ്ഡ് ഓഫ് വൂഡ്. അങ്ങനെ മെയ്ഡ് ഓഫ് എന്ന ഫ്രേസ് നിങ്ങൾ പഠിക്കുക ഇവിടുന്ന്. ഇനി നെക്സ്റ്റ്, ഞാൻ ഉറങ്ങിപ്പോയി. ഇപ്പം നമ്മൾ ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വരാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോയി. അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയെന്ന് നമ്മൾ പറയുന്നത് ഐ ഫെൽ അസ്ലീപ്പ് എന്നാണ്. ഐ ഫെൽ അസ്ലീപ്പ്. ഓക്കെ, അടുത്തത് നമ്മളിപ്പം ഒരു കാര്യം കേട്ടിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്, നമുക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് അങ്ങനെ ചൂടാവുന്ന ആളുകളോട് നമുക്ക് പറയാം ഡോണ്ട് ലൂസ് യുവർ ടെമ്പർ. ഡോണ്ട് ലൂസ് യുവർ ടെമ്പർ. ബേസിക്കലി അതിൻ്റെ അർത്ഥം ദേഷ്യപ്പെടാതെ എന്നാണ്, പക്ഷെ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഈ കാര്യം പറയാൻ പറ്റും. ഡോണ്ട് ലൂസ് യുവർ ടെമ്പർ എന്ന് നമ്മൾ പറയുമ്പോൾ. ഓക്കെ, ഇനി നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാം എന്നെ വിളിക്കാൻ മടിക്കണ്ട, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട, എൻ്റെ കൂടെ വരാൻ മടിക്കണ്ട, അല്ലെങ്കിൽ എന്നോട് പറയാൻ മടിക്കണ്ട, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ? അപ്പോൾ അതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് ഹെസിറ്റേറ്റ് എന്ന് പറയുന്നത്. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു കോൾ മീ. എന്നെ വിളിക്കാൻ മടിക്കണ്ട. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു കം വിത്ത് മീ. എൻ്റെ കൂടെ വരാൻ മടിക്കണ്ട. ഓക്കെ, ശരി. ഇനി ഞാൻ നാളെ അങ്ങോട്ട് വരട്ടെ. ഇത് നമ്മളെങ്ങനെയാണ് ചോദിക്കുക? ഷാൽ ഐ കം ദർ ടുമോറോ എന്നൊക്കെ നമ്മൾ ചോദിക്കും അല്ലേ? പക്ഷേ അതിന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് പറയാം കെൻ ഐ ഡ്രോപ്പ് ഇൻ ടുമോറോ. കെൻ ഐ ഡ്രോപ്പ് ഇൻ. ഡ്രോപ്പ് ഇൻ എന്നുള്ളത് കുറച്ചുകൂടി അങ്ങോട്ട് വരട്ടെ എന്നുള്ളത് പറയാൻ വേണ്ടി നമ്മൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസാണ്. ഓക്കെ, സോ ഞാൻ നാളെ അങ്ങോട്ട് വരട്ടെ, കെൻ ഐ ഡ്രോപ്പ് ഇൻ ടുമോറോ. എസ്പെഷ്യലി നമ്മളൊരു ആളുടെ പ്ലേസിലേക്ക് ചെല്ലുമ്പോഴൊക്കെയാണ് നമ്മൾ ഈ ഫ്രേസ് കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ശരി, നമ്മളിപ്പം ആരെയും
പരിചയപ്പെടാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾക്ക് ഇവരെ നേരത്തെ പരിചയപ്പെട്ടു എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് നമ്മൾ എങ്ങനെ പറയും? ഐ തിങ്ക് വി ഹാവ് മെറ്റ് ബിഫോർ. ഐ തിങ്ക് വി ഹാവ് മെറ്റ് ബിഫോർ. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് നിങ്ങളെ നേരത്തെ മുതലേ അറിയാം, ഞാൻ നിങ്ങളെ നേരത്തെ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി നമ്മൾ എന്ത് പറയും? ഐ തിങ്ക് വി ഹാവ് മെറ്റ് ബിഫോർ. ഓക്കെ, ശരി. അപ്പം നമുക്കിനി ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഒരു ഫ്രേസും കൂടെ നോക്കാം. 20 വേർഡ്സും ഫ്രേസസും ഒക്കെ ആയിരുന്നു ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു കാര്യം, ഉറപ്പായിട്ടും എന്ന് പറയണം. ഉറപ്പായിട്ടും അവൻ കള്ളം പറയുകയാണ്, ഉറപ്പായിട്ടും അവൻ പോയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ഈ ഉറപ്പായിട്ടും എന്നുള്ളത് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഒബ്വിയസ്ലി. ഓക്കെ, ഒബ്വിയസ്ലി ഹീസ് ലൈയിങ്. ഉറപ്പായിട്ടും അവൻ കള്ളം പറയാണ്, എന്താ സംശയം എന്നുള്ള പോലെ നമുക്ക് പറയാൻ വേണ്ടി നമ്മൾക്ക് എസ്പെഷ്യലി നമ്മൾ പറയുന്ന കാര്യം കുറച്ചുകൂടി എക്സ്പ്രസീവ് ആക്കാൻ വേണ്ടി ഒക്കെ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് ഒബ്വിയസ്ലി എന്ന് പറയുന്നത്. ഓക്കെ, ഒബ്വിയസ്ലി എന്ന് വെച്ചാൽ എന്താ? ഉറപ്പായിട്ടും. ഒബ്വിയസ്ലി ഹീസ് ലൈയിങ് എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും അവൻ കള്ളം പറയാണ് എന്നാണ്. സോ നമ്മളിന്ന് ഇത് ഈ പഠിച്ച വേർഡ്സ് എല്ലാം നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ടി വരുന്ന വേർഡ്സാണ്. ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ദിവസവും കേൾക്കുന്ന മലയാളം വേർഡ്സിൻ്റെ ഇംഗ്ലീഷാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആദ്യമായിട്ടാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് റിലേറ്റഡ് കോണ്ടൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഹെൽപ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നവർക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്യുക മാക്സിമം. അതേപോലെ നമ്മൾ ഇംഗ്ലീഷ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ സീരിയസ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വിചാരിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഈ വീഡിയോസിൻ്റെ ഒക്കെ അപ്പുറത്ത് കുറച്ചുകൂടി അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൗൺസിലർ പറഞ്ഞു തരും. ആ ഡീറ്റെയിൽസ് കേട്ടിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോഴ്സാണെന്ന് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ഷോട്ട്. That's all for today's video, and we'll see you again next time. This is Saksa Abraham signing off from English Mithra. Thank you. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.